ഓം നമ ശിവായ. ത്രൈലോക്യമംഗള മഹായജ്ഞം. ത്രൈലോക്യമംഗലം ശിവക്ഷേത്രം, തൈക്കാട്ടുശ്ശേരി. ശിവപുരാണ നവഹായജ്ഞവും 12 ജ്യോതിർലിംഗ പൂജയും 2024 മെയ് 19 ഞായറാഴ്ച മുതൽ 28 തീയതി ചൊവ്വാഴ്ച വരെ. 1199 എടവം 5 മുതൽ 14 വരെ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ഉദ്ഘാടന പരിപാടികളിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ഭദ്രദീപം തെളിയിക്കുന്നതിന് ആരാധ്യനായ നമ്മുടെ തന്ത്രി ബ്രഹ്മശ്രീ എളങ്ങള്ളൂർ കൃഷ്ണദാസൻ നമ്പൂതിരി അവരുടെ സാദരം ക്ഷണിക്കുന്നു. പ്രണവാകാര പ്രകീർത്തിതം വന്ദനീയം മഹാഗുരും നിത്യനിർമ്മലഭാസുരേശം സർഗഭൂതാത്മകം നിത്യഭാവം പ്രണമാമ്യഹം സർവേശ്വരം പ്രണമാമ്യഹം സർവേശ്വരം സർവേശ്വരം ശിവം ശിവകരം ശാന്തം ശിവാത്മാ ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം ശ്രീമഹാദേവായ നമഃ. അടുത്തായിട്ട് സ്വാഗത പ്രസംഗമാണ്. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള എല്ലാ മഹത് വ്യക്തിത്വങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. തൈക്കാട്ടുശ്ശേരിയുടെയും മറ്റ് സമീപ ദേശങ്ങളുടെയും നാഥനായി കുടികൊള്ളുന്ന ത്രൈലോക്യമംഗലം മഹാദേവന്റെ തിരുസന്നിധിയിൽ മറ്റൊരു ശിവപുരാണ നവാഹ യജ്ഞവും 12 ജ്യോതിർലിംഗ പൂജയും ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു 2ാം മൂഴത്തിലേക്ക് കടക്കുന്ന ഈ ശുഭവേളയിൽ ഇന്നിവിടെ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള അഭിവന്ദ്യരെയും ഇത് എൻ്റെ ഭഗവാന്റെ എനിക്കും കുടുംബത്തിനുമുള്ള അനുഗ്രഹം എന്നുറച്ച് വിശ്വസിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ ഭക്തരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. ആദ്യമായി ഇന്നിവിടെ ഭദ്രദീപം തെളിയിച്ച ആരാധ്യനായ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എളങ്ങള്ളൂർ കൃഷ്ണദാസൻ തിരുമേനിയെ അത്യാദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
രണ്ടാമതായി എനിക്ക് സ്വാഗതം അരുളാനുള്ളത് നമ്മുടെ യജ്ഞാചാര്യനായിട്ടുള്ള മാധവൻ തിരുമേനിയാണ്. ഈ കഴിഞ്ഞ ശിവപുരാണം 2019 നടക്കുമ്പോഴും ഇത്തവണയും ഓരോ ഘട്ടത്തിലും നമ്മൾ എന്ത് പ്രശ്നങ്ങളായിട്ട് നമ്മൾ അദ്ദേഹത്തിന് മുന്നിൽ ചെന്നാലും നമുക്കൊരു ചൂടത്ത് നമ്മളൊരു AC റൂമിലേക്ക് കടന്നു ചെല്ലുന്ന മാതിരിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ ഇല്ലാതെ ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി വന്നിട്ടില്ല. കാരണം എല്ലാത്തിനും കൃത്യമായ ഉത്തരങ്ങൾ, കൃത്യമായ നിർദ്ദേശങ്ങൾ, കൃത്യമായ കണക്കുകൾ, കൃത്യമായ മാർഗങ്ങൾ എല്ലാം അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിലുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ഹൃദിസ്ഥമാണ്. അദ്ദേഹം അത് കൃത്യമായി നമ്മൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ അദ്ദേഹത്തെ തന്നെ നമുക്ക് വീണ്ടും അദ്ദേഹത്തെ തന്നെ ഇനി ഉള്ള എത്ര കാലം വേണമെങ്കിലും ഞങ്ങൾക്ക് ഉറപ്പിച്ചിവിടെ പറയാൻ കഴിയും, അദ്ദേഹം തന്നെ യജ്ഞാചാര്യൻ. സ്നേഹപൂർവ്വം, അത്യാദരപൂർവ്വം, ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ യോഗാധ്യക്ഷനായിട്ടുള്ള ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറിയും ത്രൈലോക്യ മംഗള മഹായജ്ഞം ചെയർമാനുമായ ശ്രീ ഉണ്ണീഷൻ പ്ലാക്കലിനെ, എൻ്റെ പ്രിയപ്പെട്ട ഉണ്ണീഷേട്ടനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്നേഹപൂർവമായ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ മഹാമംഗള യജ്ഞത്തിൻ്റെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അമണങ്ങേട്ട് കളരി മഠാധിപതി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ അവകളെ ബഹുമാന പുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ 2 തവണ ചെന്നപ്പോഴും അദ്ദേഹം ഒരു തടസ്സവും പറയാതെ, കാരണം ആദ്യത്തെ ഏപ്രിൽ മാസം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്, പക്ഷെ അന്നും അദ്ദേഹം ആകെ ചെയ്യുന്ന കാര്യം എത്രയേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ ഡയറി എടുത്ത് നോക്കും, സമ്മതം എന്ന് പറയും, അത്രയാണ്. ആ 5 മിനിറ്റ് കിട്ടുന്ന സമയം കൊണ്ട് അദ്ദേഹം അത് പറഞ്ഞിരിക്കും. രണ്ടാമത്തെ തവണ ചെന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഇലക്ഷനൊക്കെയാണ്, അപ്പോൾ അതുകൊണ്ട് ചില അസൗകര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു തടസ്സവും കൂടാതെ 1 മിനിറ്റ് കൊണ്ട് ആ പേജുകളിലൂടെ ഓടിയിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, കുറച്ചുകൂടി നന്നായി എനിക്ക്. കാരണം അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ അത്രയധികമാണ്. ആ തിരക്കിൻ്റെ ഇടയിലും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതിൽ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഔപചാരികതയുടെ പേരിലാണെങ്കിലും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ശ്രീ വിജീഷ് കക്കാട്ടിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഷാജിയേട്ടൻ, അവരെ 2 പേരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ക്ഷേത്ര ഭരണസമിതി ട്രഷറർ ശ്രീ റാബിൻ കൂട്ടാലയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നിങ്ങളെ ഓരോരുത്തരെയുമാണ്. കഴിഞ്ഞ 1 മാസത്തിലും അധികവുമായിട്ട് ഈ മഹായജ്ഞത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടും അത് തുടർന്നു കൊണ്ടിരിക്കുമെന്ന ഭരണസമിതി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ, നാട്ടുകാർ, ഭക്തജനങ്ങൾ ഏവരെയും പ്രത്യേകം ഈ വേദിയിലേക്ക്, ഈ സമ്മേളന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ത്രൈലോക്യനാഥൻ്റെ അനുഗ്രഹങ്ങൾ എന്നും പിന്നെ 2 പേരെ ക്ഷമിക്കണം, വിട്ടുപോയതാണ്. ശശി ഇന്ദ്രൻ, അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മളുടെ മറക്കാൻ പാടില്ലാത്ത മോഹനൻ തിരുമേനി, അദ്ദേഹം ഇവിടെ ഈ വേദിയിലുണ്ട്. ഞാനതാണ് ഒരു വട്ടം ഒന്ന് നോക്കിപ്പോയതാണ്, എൻ്റെ കണ്ണിൽ പെട്ടില്ല. എന്തായാലും പോട്ടെ, ചെറിയ കല്ലുകടി ക്ഷമിക്കണം. ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നാട്ടുകാരും ഭക്തജനങ്ങൾ ഏവരെയും പ്രത്യേകം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവരുടെയും കുടുംബത്തിനും ത്രൈലോക്യനാഥൻ്റെ അനുഗ്രഹങ്ങൾ എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് അധ്യക്ഷ പ്രസംഗമാണ്. നമ്മുടെ സെക്രട്ടറി ചെയർമാൻ ഉണ്ണീഷ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓം നമഃ ശിവായ. സ്നേഹമുള്ള ഭക്തജനങ്ങളെ, നാട്ടുകാരെ, ത്രൈലോക്യമംഗല ശിവക്ഷേത്രത്തിൽ ഭക്ത്യാദരപൂർവം നടത്തപ്പെടുന്ന 10 നാൾ നീണ്ടു നിൽക്കുന്ന മഹായജ്ഞം, അത് ശിവപുരാണം പാരായണവും 12 ജ്യോതിർലിംഗ പൂജയും അരങ്ങേറുകയാണ്. വേദിയിൽ സന്നിഹിതരായ മഹത് വ്യക്തിത്വങ്ങൾക്കും മുഴുവൻ ഭക്തജനങ്ങൾക്കും മഹായജ്ഞം ചെയർമാൻ എന്ന നിലയിൽ സ്നേഹാശംസകൾ ഭക്ത്യാദരപൂർവ്വം അറിയിക്കുന്നു. ശിവപുരാണം മഹായജ്ഞത്തിലൂടെ തേക്കാട്ടുശ്ശേരി ത്രൈലോക്യമംഗലം ശിവക്ഷേത്രത്തിൻ്റെ പ്രശസ്തി ലോകഭക്തജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായി ശിവപുരാണം ഭക്തിസ്വതന്ത്രമായി മുഴുവൻ ചടങ്ങുകളും യൂട്യൂബിൽ ലോഡ് ചെയ്യാൻ തീരുമാനിച്ചവരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. 10 നാൾ നീണ്ടു നിൽക്കുന്ന ശിവപുരാണമായതിൽ മുഴുവൻ ഭക്തജനങ്ങളുടെയും
പരിപൂർണ മകനീയ സാന്നിധ്യവും മറ്റ് സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഇത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ഉദ്ഘാടനമാണ്. മണങ്ങാട്ട് കളരി മഠാധിപതി അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ അവർകളെ സാദരം ക്ഷണിക്കുന്നു. ത്രൈലോക്യമംഗലം ശിവക്ഷേത്രം തൈക്കാട്ടുശ്ശേരി ശിവപുരാണ നവാഹയജ്ഞവും ദ്വാദശ ജ്യോതിർലിംഗ പൂജയും നടക്കുന്ന ഈ മഹനീയ വേദിയിൽ ഇന്നിവിടെ ഭദ്രദീപം തെളിയിച്ച ആരാധ്യനായ ബ്രഹ്മശ്രീ എളങ്ങള്ളൂർ കൃഷ്ണദാസൻ നമ്പൂതിരിപ്പാട്, ഇന്നിവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ശ്രീ പി ഉണ്ണികൃഷ്ണൻ പ്ലാക്കൽ, ഇവിടുത്തെ തന്ത്രി, വിശിഷ്ട സാന്നിധ്യമായിട്ട് എത്തിച്ചേരുന്ന മറ്റുള്ള വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, ഭാഗ്യം ചെയ്ത ഇവിടുത്തെ ഭക്തജനങ്ങൾ, എല്ലാവർക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. രണ്ടാമത്തെ തവണയാണ് ഞാൻ ഈ വേദി പങ്കിടുന്നത്. എൻ്റെ അറിവിൽ ഇവിടെ ശിവപുരാണം പ്രഭാഷണം അല്ലെങ്കിൽ വായന നടക്കുന്നത് രണ്ടാമത്തെ തവണ തന്നെയാണ് എന്നാണ് എൻ്റെ അറിവ്. ആദ്യമായിട്ട് മാധവൻ നമ്പൂതിരി ഇവിടെ ശിവപുരാണ യജ്ഞം നടത്തുമ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്കുണ്ടായി. എല്ലാം നിയോഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതുപോലെ എത്തിച്ചേരുന്ന ചില നിമിഷങ്ങളാണ് ഇതൊക്കെ. ഈ മഹാക്ഷേത്രത്തിൽ വരുവാനും ഇവിടെ വന്ന് ഭഗവാനെ ദർശിക്കുവാനും നിങ്ങളോടൊക്കെ അല്പം സമയം ഇവിടെ ചെലവഴിക്കാനും സാധിക്കുന്നത് ഭഗവാൻ കനിഞ്ഞു നൽകിയ അനുഗ്രഹം മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ശിവപുരാണ യജ്ഞം നടക്കുന്നു. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ശിവപുരാണ യജ്ഞത്തിൽ ഇതിൻ്റെ പങ്കാളികളാവുന്ന ഈ നാട്ടിലെ സർവ്വജനങ്ങളും വളരെയധികം ഭാഗ്യം സിദ്ധിച്ചവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വീണ് കിട്ടുന്ന ചില സ്വർഗീയ നിമിഷങ്ങളാണ്. എല്ലാവർക്കും ഇത് കേൾക്കാനോ അത് ശ്രവിക്കാനോ അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് ദിവസങ്ങൾ മുൻപോട്ട് പോകാനോ സാധിച്ചു എന്ന് വരില്ല. അതിനൊക്കെ നമുക്ക് ദൈവികമായിട്ടുള്ളൊരു സ്പർശവും ദൈവികമായിട്ടുള്ള അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഇത്രയും വലിയൊരു സദസ്സ് കഴിഞ്ഞ തവണ ഞാനിവിടെ വരുമ്പോൾ ഇത്രയും ആൾക്കാരിവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് ക്ഷേത്രത്തിൻ്റെ കെട്ടിലും മട്ടിലും ഒക്കെ വളരെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു, വളരെയധികം സൗകര്യങ്ങൾ വന്നിരിക്കുന്നു. വലിയൊരു വ്യത്യാസം ഞാൻ ഈ 2 വർഷത്തിനകത്ത് ഇവിടെ കാണുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ നടക്കുന്നതെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ചില കൂടിച്ചേരലുകൾ ഉണ്ടാവുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾക്ക് തിരിതെളിയുന്നത് എന്നത് എനിക്ക് തോന്നുന്നു. ഇവിടെ ഭാഗവത ശ്രീ മാധവൻ നമ്പൂതിരി ഇന്നിവിടെ പ്രഭാഷണത്തിന് തുടക്കം കുറിക്കുകയാണ്. വലിയൊരു സംസ്കാരത്തിൻ്റെ ഉടമയായ അല്ലെങ്കിൽ ഒരു വലിയൊരു പാരമ്പര്യത്തിന് അവകാശപ്പെടുന്ന ഭാഗവത ശ്രീ മാധവൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ വാക്കുകളെ കുറിച്ച് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു, സ്വാഗത പ്രസംഗത്തിൽ തന്നെ പറയുകയുണ്ടായി. ഇനി വരുന്ന കാലങ്ങളിലൊക്കെ ഇവിടെ അദ്ദേഹത്തിന് തന്നെ വിളിക്കുകയുള്ളൂ എന്നൊരു ഉറച്ച തീരുമാനം ഇവിടെ എടുത്തു കഴിഞ്ഞതായിട്ടാണ് പറയുന്നത്. അത് തികച്ചും വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യം കൂടിയാണ്. കാരണം ഞാൻ ഉപാസന ചെയ്യുന്ന അവണങ്ങാട്ട് കളരി വിഷ്ണുമായ ക്ഷേത്രത്തിൽ എല്ലാ വർഷങ്ങളിലും 2 തവണ സപ്താഹയജ്ഞം നടത്തുന്ന വ്യക്തിയാണ് മാധവൻ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ വായനയും അദ്ദേഹത്തിൻ്റെ അറിവിനെക്കുറിച്ചും ഇവിടെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് തോന്നുന്നു. എങ്കിൽ കൂടി ഒന്നുകൂടി ഞാൻ പറയുകയാണ്, അത്രത്തോളം ചെറുപ്പത്തിൽ ഇത്രയും വളരെ ചെറുപ്രായത്തിൽ
അറിവിൻ്റെ ഉത്തുംഗ ശൃംഖത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മാധവൻ നമ്പൂതിരി. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ശ്രീ മഹർഷി വിരൂപാക്ഷൻ നമ്പൂതിരി, അദ്ദേഹം ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ജീവിതം നയിച്ച വ്യക്തിയാണ്. മഹർഷിയാണ് എങ്കിൽ കൂടി സമൂഹത്തിന് വേണ്ടി ജീവിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായിട്ടുള്ള മാധവൻ നമ്പൂതിരി ഇന്നിവിടെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഇതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം മഹർഷി വിരൂപാക്ഷൻ നമ്പൂതിരി ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്, 2 തലമുറ മുൻപ് വേദങ്ങളും ഉപനിഷത്തുകളുമെല്ലാം സർവ്വജനങ്ങൾക്കും കേൾക്കാനും ചൊല്ലുവാനുമുള്ള ഒരു വഴി തിരഞ്ഞെടുത്ത കൊടുത്തൊരാൾ കൂടിയാണ്. അത്രത്തോളം ജനകീയമായിട്ടുള്ള ഒരു പൂർവ്വസൂരിയുടെ പേരക്കുട്ടിയാണ് മാധവൻ നമ്പൂതിരി. ഇത് പറയുമ്പോൾ ഒരു സപ്താഹ വായനക്കാരൻ എന്ന് മാത്രം പറഞ്ഞ് നിർത്താൻ അദ്ദേഹത്തിന് കഴിയില്ല. അക്കാഡമിക് ലെവലിൽ അദ്ദേഹം 4 MA കഴിഞ്ഞു, PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രീതിയിലും അറിവിൻ്റെ ഉന്നതിയിലേക്ക് കുതിക്കുന്ന ആ വ്യക്തിത്വത്തിൽ നിന്ന് നമ്മൾക്ക് ശ്രവിക്കാനുള്ളത് ശിവപുരാണ യജ്ഞമാണ്. ഒരു ആചാര്യൻ പറഞ്ഞു തരുമ്പോൾ, ഒരു പുരാണം കേൾക്കുമ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തതയുള്ള അറിവുള്ള വ്യക്തിത്വങ്ങൾ പറഞ്ഞു തന്നാലേ മനസ്സിലാവുള്ളൂ. അവിടെയാണ് യജ്ഞ ആചാര്യൻ്റെ ഏറ്റവും പ്രാധാന്യം. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ അറിവുകളുടെയും നമ്മൾ ഈ 9 ദിവസം മുങ്ങി തപ്പിപ്പോകുമ്പോൾ നമുക്കറിയാത്ത, നമ്മൾ ചിന്തിക്കാത്ത പല സ്ഥലങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ കമ്മിറ്റിക്കാർ പറയാൻ അടുത്ത തവണയും ഇനിയുള്ള തവണകളിലൊക്കെ അദ്ദേഹത്തിനെ തന്നെ വിളിക്കുമെന്ന് പറയുന്നത്. എൻ്റെ അറിവിൽ അദ്ദേഹം കേരളത്തിൽ 3 മഹാക്ഷേത്രങ്ങളിൽ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും വായിച്ചു കഴിഞ്ഞ വ്യക്തിയാണ്. അങ്ങനൊരു വ്യക്തി എൻ്റെ അറിവിലില്ല, കേരളത്തിലില്ല. ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും അറിവ് നിറഞ്ഞിട്ടുള്ളൊരു വ്യക്തിത്വം. അപ്പം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ശ്രവിക്കാൻ സാധിക്കുന്നത് തന്നെ മഹാഭാഗ്യമായിട്ട് കണക്കാക്കണം. ഈ ഒരു യജ്ഞം നമ്മളിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കേൾക്കുക, അതോടൊപ്പം തന്നെ നമ്മളുടെ മനസ്സിൽ ശുദ്ധി വരുത്തുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മുടെ മനസ്സിലെ കളങ്കങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കുറച്ച് ദിവസം ഈ കാര്യങ്ങൾക്കായിട്ട് നമ്മളിവിടെ ഇരിക്കുക, അത് നമ്മളിലേക്ക് ആവാഹിക്കുക. അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു 10% നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ നമ്മളുടെ സാധാരണ വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതമൊക്കെ സഫലമായിട്ട് മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും കൂടുതൽ സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ സമയം വൈകിയ സമയത്ത് അധികം സംസാരിക്കുന്നില്ല. അതുമാത്രമല്ല, എനിക്കിത് കഴിഞ്ഞൊരു ചടങ്ങിലും കൂടി പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞാൽ ഇറങ്ങുമെന്ന് യജ്ഞാചാര്യൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും അതിനുള്ള നിങ്ങളുടെ സമ്മതം കൂടി ഞാൻ തേടുകയാണ്. ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും ഭംഗിയോടുകൂടിയും ചിട്ടയോടുകൂടിയും മാധവൻ നമ്പൂതിരിയുടെ ആചാര്യസ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള ഈ യജ്ഞം ഗംഭീരമായിട്ട് നടക്കട്ടെ. ഏറ്റവും നല്ല രീതിയിൽ നമ്മളിലേക്കത് സന്നിവേശിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. നമ്മൾക്ക് ഓരോരുത്തർക്കും ആ മാധുര്യം നുകരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, സർവ്വവിധ ഐശ്വര്യങ്ങളും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഇന്നിവിടെ നടക്കുന്ന ഈ മഹായജ്ഞത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായിട്ട് പറയുന്നു. ഏറ്റവും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാ വിഷയങ്ങളും നന്നായി അവസാനിപ്പിക്കാനായിട്ട് സാധിക്കുമാറാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും നമസ്കാരം പറയുന്നു. നന്ദി, നമസ്കാരം. 2019 നടന്ന ആ ശിവപുരാണത്തിൻ്റെ അതിൽ നിന്നും ഇനി എന്തെല്ലാം നമുക്ക് കൂടുതൽ തിരുത്താനുണ്ട്, അറിയാനുണ്ടെന്ന് പറയാനായിട്ട്, അത് നമുക്ക് പറഞ്ഞു തരാനായിട്ട് യജ്ഞാചാര്യൻ ഭാഗവതശ്രീ കിഴക്കേടത്ത് മാധവൻ നമ്പൂരി അവർകളെ അത്യാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമഃ ശിവായ ശാന്തായ
ശുദ്ധായ പരമാത്മനേ നിർമ്മലായ പ്രസന്നായ ദക്ഷിണാമൂർത്തേ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു ആരവം. ഇതെന്തിൻ്റെ ശബ്ദമാണ് ചോദിച്ചു. അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞു, മോനെ ഇത് കടലിൻ്റെ ശബ്ദമാണ്. അപ്പൊ ആ മത്സ്യക്കുഞ്ഞ് അച്ഛനോടും അമ്മയോടും ചോദിച്ചു, ഈ കടല് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ പറഞ്ഞു, കടല് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷെ ഈ ശബ്ദം കടലിൻ്റെ ശബ്ദമാണെന്ന് ഞങ്ങൾക്കറിയാം. മത്സ്യക്കുഞ്ഞ് പിന്നെയും ചോദിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, നീയെ മുത്തശ്ശനോട് ചോദിച്ചു. മത്സ്യക്കുഞ്ഞ് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്ത് ചെന്ന് ചോദിച്ചു, ഈ കടല് എന്ന് പറഞ്ഞാൽ എന്താണ്? കടലിൻ്റെ നിറം എന്താണ്? കടലിൻ്റെ രൂപം എന്താണ്? അപ്പൊ ഈ മുത്തശ്ശൻ മത്സ്യം പറഞ്ഞു, ഉണ്ണി, കടല് എന്ന് മാത്രമേ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ, അതെന്താണെന്നോ അതിൻ്റെ നിറം എന്താണെന്നോ ഞങ്ങൾക്കറിയില്ല. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നു. ഈ ചളിക്കുണ്ടിലെ ജലം ഇങ്ങനെ ഉയർന്നുയർന്നു പൊങ്ങി അത് കൊച്ചു തോടായി മാറി. ആ തോട്ടിലൂടെ ഈ വെള്ളം ഇങ്ങനെ പ്രവഹിക്കാൻ തുടങ്ങി. മത്സ്യക്കുഞ്ഞ് കടൽ അന്വേഷിച്ച് യാത്ര തുടങ്ങി. ഒഴുകുന്ന ആ തോട്ടിലൂടെ മത്സ്യക്കുഞ്ഞ് നീന്തുകയാണ്. നീന്തി നീന്തി കുറേ പോയപ്പോൾ എതിരെ കുറേ മത്സ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ മത്സ്യക്കുഞ്ഞ് ചോദിച്ചു, നിങ്ങൾ എവിടെന്നാ വരുന്നത്? കടലിൽ നിന്നാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരൂ, കടലിന്റെ നിറം എന്താണ്? അപ്പോൾ എതിരെ വരുന്ന മത്സ്യങ്ങൾ പറഞ്ഞു, ഒരുത്തൻ പറഞ്ഞു കടലിന്റെ നിറം ചുവപ്പാണ്. അപ്പൊ മറ്റൊരുത്തൻ ചിരിച്ചിട്ട് പറഞ്ഞു, അല്ലല്ല, കടലിന്റെ നിറം പച്ചയാണ്. അപ്പൊ വേറൊരുത്തൻ പറഞ്ഞു, അല്ലല്ല, കടലിന്റെ നിറം നീലയാണ്. അല്ല, കടലിന്റെ നിറം വെളുപ്പാണ്. അല്ല, കടലിന്റെ നിറം കറുപ്പാണ്. മത്സ്യക്കുഞ്ഞ് വിചാരിച്ചു, എല്ലാവരും എന്നെ പറ്റിക്കുകയാണ്, അല്ലെങ്കിൽ ഇവർക്ക് ആർക്കും ഈ കടലിനെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ ഇവരെല്ലാവരും എന്നെ കളിയാക്കുകയാണ്. എന്തായാലും കടൽ എന്താണെന്ന് അറിയണം. മത്സ്യക്കുഞ്ഞ് പിന്നെയും നീന്താൻ തുടങ്ങി. കുറേ നീന്തിയപ്പോൾ എതിരെ വേറെ കുറെ മത്സ്യങ്ങളെ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ കടലിൽ നിന്നാണോ വരുന്നത്? കടലിന്റെ നിറം എന്താണ്? കടലിലേക്കുള്ള വഴി ഏതാണ്? അപ്പോൾ എതിരെ വരുന്ന മത്സ്യങ്ങൾ ഈ മത്സ്യക്കുഞ്ഞിനെ തുറിച്ചു നോക്കി പേടിപ്പിച്ചു. മത്സ്യക്കുഞ്ഞ് ആകെ പേടിച്ചു. വേറെ ചില മത്സ്യങ്ങളോ ഈ മത്സ്യക്കുഞ്ഞിനെ നോക്കി കളിയാക്കി ചിരിച്ചു. വേറെ ചില മത്സ്യങ്ങളോ ഈ മത്സ്യക്കുഞ്ഞിനെ നോക്കി ശാന്തമായി ഒന്നും മിണ്ടാതെ നീന്തിപ്പോയി. മത്സ്യക്കുഞ്ഞ് പിന്നെയും യാത്ര തുടരുകയാണ്. നിങ്ങളെല്ലാവരും മത്സ്യക്കുഞ്ഞിൻ്റെ ഒപ്പം ഇല്ലേ? ഈ തോട്ടിലൂടെ നീന്തുന്ന മത്സ്യക്കുഞ്ഞ് ആ തോടിൻ്റെ വക്കിൽ ആറ്റുവന്യകളെ കണ്ടു, കൊച്ചു കൊച്ചു ചിപ്പികൾ കണ്ടു, കൊച്ചു കൊച്ചു ശംഖുകളെ കണ്ടു. പതുക്കെ പതുക്കെ അതൊരു പുഴയായി മാറുകയായിരുന്നു. ആ പുഴ ഒഴുകി 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 വലിയൊരു പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് വീഴുന്ന വെള്ളച്ചാട്ടമായി മാറി. വെള്ളച്ചാട്ടത്തിന്റെ അരികത്തേക്ക് എത്തുമ്പോഴേക്കും മത്സ്യക്കുഞ്ഞിന് സ്വന്തം ചിറകിന്റെ ശക്തി നഷ്ടപ്പെട്ടു തുടങ്ങി, ഒഴുക്കിൽപ്പെടാൻ തുടങ്ങി. അതെങ്ങനെയൊക്കെയോ നീന്തുകയാണ്, പക്ഷേ നീന്താൻ പറ്റുന്നില്ല. ആ ഒഴുക്കിൽപ്പെട്ട് മത്സ്യക്കുഞ്ഞ വെള്ളച്ചാട്ടത്തിലേക്ക് അതാ പതിക്കാൻ തുടങ്ങി. അഗാധമായ ഗർത്തത്തിലേക്ക്, വലിയ കരിമ്പാറക്കെട്ടുകളിലേക്ക്. ആ വെള്ളം ചിന്നിച്ചിതറുമ്പോൾ ഞാനും ഇതാ മരിച്ചു പോകും എന്ന ഭാവത്തിൽ മത്സ്യക്കുഞ്ഞ് പെടയാൻ തുടങ്ങി. മത്സ്യക്കുഞ്ഞ് വെള്ളച്ചാട്ടത്തിലൂടെ ഇങ്ങനെ വീഴുന്ന സമയത്ത് അത് വിചാരിച്ചു, വെറുതെ ഞാൻ കടലന്വേഷിച്ച് പുറപ്പെട്ടു, കടലും കണ്ടില്ല, അച്ഛനമ്മമാര് പറഞ്ഞതും കേട്ട് അവിടെ കഴിഞ്ഞാൽ മതിയായിരുന്നു. പെട്ടെന്ന് മത്സ്യക്കുഞ്ഞ് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വീണത് ഒഴുകുന്ന വെള്ളത്തിൽ തന്നെയായിരുന്നു. അത് കുറച്ചു നേരം ബോധം കെട്ട് കിടന്നു. പിന്നെയും നീന്താൻ തുടങ്ങി. നീന്തി 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 മത്സ്യക്കുഞ്ഞ് കടലിലെത്തി. നക്ഷത്ര മത്സ്യങ്ങളെ കണ്ടു, കൊമ്പൻ സ്രാവുകളെ കണ്ടു, പല നിറങ്ങളിലുള്ള മത്സ്യങ്ങളെ കണ്ടു, പവിഴപ്പുറ്റുകൾ കണ്ടു. മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് മത്സ്യക്കുഞ്ഞ് നീന്തുമ്പോൾ അപ്പോഴും മത്സ്യക്കുഞ്ഞ് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കറിയോ കടൽ ഏതാണെന്ന്? കടലിലേക്ക് വഴി ഏതാണെന്ന്? കടലിന്റെ നിറം എന്താണെന്ന്? കടലിൽ നീന്തിക്കൊണ്ട് കടലിലേക്കുള്ള വഴി ചോദിച്ചുകൊണ്ട്, കടലിന്റെ നിറം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ആ മത്സ്യക്കുഞ്ഞ് പിന്നെയും കുറേ നീന്തി. എപ്പോഴോ ഒരു തിരമാലയിൽ ആ മത്സ്യക്കുഞ്ഞ് കരയിലേക്ക് എടുത്തെറിയപ്പെട്ടു. അവിടെ കിടന്ന് പെടഞ്ഞു. താനിതാ മരിച്ചു പോകുന്നു എന്ന ഭാവത്തിൽ വീണ്ടും അടുത്ത തിരമാലയിൽ വീണ്ടും കടലിലേക്ക്, വീണ്ടും കരയിലേക്ക്, വീണ്ടും കടലിലേക്ക്. എപ്പോഴോ കരയിലെത്തിയ മത്സ്യക്കുഞ്ഞ് ദൂരെ ചക്രവാളം കണ്ടു, ആകാശത്തിൽ പറക്കുന്ന പക്ഷികളെ കണ്ടു, ഉദിച്ചുയരുന്ന സൂര്യനെ കണ്ടു.
ഉയർന്നു താഴുന്ന തിരമാലകൾ കണ്ടു. ആ തിരമാലകൾ നുരയുന്നത് കണ്ടു. അപ്പോൾ മത്സ്യക്കുഞ്ഞിന് മനസ്സിലായി, ഇതാണ് കടൽ. മത്സ്യക്കുഞ്ഞ് തിരിച്ച് ആ കടലിലേക്ക് തന്നെ തിരമാലകളിലൂടെ ഊളയിട്ട് നീന്താൻ തുടങ്ങി. പിന്നെ മത്സ്യക്കുഞ്ഞ് ആരോടും കടലിനെ കുറിച്ച് ചോദിച്ചില്ല. കടലിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചില്ല. കടൽ അനുഭവിച്ചുകൊണ്ട് ആ മത്സ്യക്കുഞ്ഞ് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മത്സ്യക്കുഞ്ഞിനെ പോലെയാണ്. നമ്മൾ അന്വേഷിക്കുന്നത് ആ മഹാസാഗരത്തെയാണ്, ഈശ്വരൻ എന്ന ആ അനുഭവത്തെ, ആ ആനന്ദത്തെ. ആ ഈശ്വരനെ നമ്മൾ മോക്ഷമെന്ന് വിളിച്ചു, ബ്രഹ്മമെന്ന് വിളിച്ചു, പരമാത്മാവെന്ന് വിളിച്ചു. പലതരത്തിലുള്ളതായ പേരുകൾ നാം ഈശ്വരന് നൽകി. ശിവനും വിഷ്ണുവും സുബ്രഹ്മണ്യനും ഗണപതിയും ശാസ്താവും ഭദ്രകാളിയും മഹാലക്ഷ്മിയും സരസ്വതിയും അയ്യപ്പനും, അങ്ങനെ അനന്തങ്ങളായിരിക്കുന്ന രൂപങ്ങളിൽ ആ ഈശ്വരനെ തന്നെ നമ്മൾ അനുഭവിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ പലരോടും ചോദിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളതായ ഭൗതികമായിരിക്കുന്ന അറിവുകൾ നമ്മളെ പല വഴികളിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. കടലിനെ കുറിച്ച് ചോദിച്ചതുപോലെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമുള്ള രീതിയിൽ അതിനെ വർണ്ണിക്കാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ച് ചിലർ കറുപ്പെന്ന് പറഞ്ഞു, ചിലർ വെളുപ്പെന്ന് പറഞ്ഞു, ചിലർ ചുവപ്പെന്ന് പറഞ്ഞു, ചിലർ പച്ചയെന്ന് പറഞ്ഞു, ഇല്ലേ? അതിലേതെങ്കിലുമൊക്കെ കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നവരുമുണ്ട്. ഇനി ചിലരോ ചോദ്യം കേട്ടാൽ കളിയാക്കുന്നവരാണ്, ചിലരോ ചോദ്യം കേൾക്കുമ്പോൾ ദേഷ്യപ്പെടുന്നവരാണ്. അങ്ങനെയുള്ളതായ നമ്മുടെ ഈ ജീവിതത്തെക്കുറിച്ചുള്ള സമസ്യകളുമായി നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളായ നമ്മൾ, സത്യത്തിൽ നമ്മൾ ചോദിക്കുന്നത് എന്തോ അതിൽ തന്നെയാണ്, ആ ഉത്തരത്തിൽ തന്നെയാണ് നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഈശ്വരൻ നമ്മളിൽ നിന്ന് ഭിന്നമല്ല എന്ന തിരിച്ചറിവ്. അഹം ബ്രഹ്മാസ്മി, തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ എന്നിങ്ങനെയുള്ള 4 മഹാവാക്യങ്ങളിലൂടെയും വേദങ്ങളും ഉപനിഷത്തുകളും 18 പുരാണങ്ങളും നമുക്ക് പറഞ്ഞു തന്നത് നമ്മൾ ഈശ്വരനിൽ നിന്ന് ഭിന്നരല്ല എന്നാണ്. പക്ഷേ ഇത് വാക്കുകൊണ്ട് പറയുമ്പോൾ നമ്മൾ തലകുണുക്കും. നമുക്കത് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ബാഹ്യമായി നോക്കുമ്പോൾ നമുക്ക് ഞാൻ വേറെ, അവൻ വേറെ, ഇത് വേറെ, അത് വേറെ എന്ന തോന്നലുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ തോന്നലുകൾ ഇല്ലെങ്കിലോ ഈ പ്രപഞ്ചവുമില്ല, ഈ ജീവിതവുമില്ല. അപ്പോൾ ആ തോന്നലുകൾ ഇവിടെ ആവശ്യവുമാണ് താനും. അതിനിടയിൽ നമുക്ക് ആ തോന്നലുകളിൽ നിന്നൊക്കെ അകന്ന് എല്ലാ തോന്നലുകളും ഇല്ലാത്തതായ ഏകമായ ആ അനുഭൂതിയിലേക്ക് ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൽ ആ അനുഭൂതി നമുക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിക്ക് പ്രേരണയായി തീരുന്നത്. ആ അനുഭവത്തെയാണ് മോക്ഷം എന്ന് വിളിക്കുന്നത്. ആ അനുഭവത്തെയാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കൈപൊക്കിയ എല്ലാവരും, മോക്ഷം വേണം എന്ന് ആഗ്രഹിച്ച എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള മോക്ഷമാണെങ്കിൽ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച മോക്ഷമല്ല, ഏത് ഒരിക്കലും ജനിക്കാതിരിക്കുന്ന ഒരവസ്ഥ, ഒരിക്കലും മരിക്കാതിരിക്കുന്ന അവസ്ഥ, ഭൂമിയിലേക്ക് ജനിക്കാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിലെ ഇനി ഒരിക്കലും ജനിക്കാത്ത അവസ്ഥ, അങ്ങനെയൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. കാരണം നമ്മളൊക്കെ ജനിച്ചുകൊണ്ടേയിരിക്കുന്നു, മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈശ്വരൻ പോലും മത്സ്യകൂർമ്മ, വരാഹ, നരസിംഹ, വാമന, പരശുരാമ, ബലരാമ, ശ്രീരാമ, ശ്രീകൃഷ്ണ, കൽക്കിയാദ്യ അവതാരങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു. സാക്ഷാൽ ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് നാളെ ഇനി വർണ്ണിച്ചു തുടങ്ങും. 100 കണക്കിന് 1000 അവതാരങ്ങളാണ് സാക്ഷാൽ മഹാദേവൻ എടുത്തിരിക്കുന്നത്. ഈശ്വരന്മാര് പോലും നമുക്കിടയിലേക്ക് മനുഷ്യരായി വന്ന്, അല്ലെങ്കിൽ ജീവജാലങ്ങളായി വന്നല്ല, മരമായി വന്ന്, പല രൂപത്തിലും ഭാവത്തിലും നമുക്കിടയിൽ വന്ന് നമ്മളെപ്പോലെ കരയുകയും നമ്മളെപ്പോലെ ചിരിക്കുകയും ഒക്കെ ചെയ്ത് നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാത്രം ചിരിക്കാനും കരയാനും ഭയക്കുന്നത് എന്തിന്? എത്ര ചിരിച്ചാലും എത്ര കരഞ്ഞാലും നമ്മൾ ആ ഈശ്വരീയമായിരിക്കുന്ന ഇച്ഛകളെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ജനിച്ചതെന്നും ആ ഈശ്വരീയമായ ഇച്ഛകളെ പൂർത്തീകരിക്കുന്നത് വരെ നമ്മൾ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുമുള്ളതായ തിരിച്ചറിവിലേക്ക് എത്തി അത്യാനന്ദത്തെ അനുഭവിക്കുവാനുള്ളതായ വഴികളാണ് ഈ പുരാണങ്ങൾ നമുക്ക് പകർന്നു തരുന്നത്. അപ്പോൾ ജനനവും മരണവും രോഗവും ഭയങ്ങളും ലജ്ജയും യാതൊരു തരത്തിലുള്ളതായ ഭാവവികാരങ്ങളും നമ്മളെ ബാധിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തിയെടുത്താൽ
നമ്മൾ അനുഭവിക്കുന്നത് മുക്തിയാണ്. കാരണം നമ്മൾ ഈ ശരീരം കൊണ്ട് അനുഭവിക്കുന്നത് ഈ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഇല്ല. ഈ ശരീരത്തിന് മുമ്പ് ഈ ശരീരത്തിൻ്റെ വേദനകൾ ഉണ്ടായിരുന്നില്ല, മറ്റേതോ ശരീരത്തിൻ്റെതായിരുന്നു. സുഖമായാലും സന്തോഷമായാലും ഈ ശരീരം കഴിഞ്ഞാൽ ഇനി നമുക്കുള്ളതും മറ്റേതോ ശരീരത്തിൻ്റെ സുഖവും ദുഃഖവുമാണ്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ മരണം എന്ന് പറയുന്നത് രൂപമാറ്റങ്ങൾ മാത്രമാണ്. ജനനം എന്ന് പറഞ്ഞാലും രൂപമാറ്റങ്ങൾ മാത്രമാണ്. എത്രയോ കാലമായി നമ്മൾ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കൊക്കെ 70 വയസ്സ്, 60 വയസ്സ്, 50 വയസ്സ്, 40 വയസ്സ്, 30 വയസ്സ്, 10 വയസ്സ്, 5 വയസ്സ് എന്നൊക്കെ നമ്മൾ പറയും. എത്ര വയസ്സ് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ നമുക്കൊക്കെ ഈ പ്രപഞ്ചത്തോളം വയസ്സുണ്ട്. ഈ പ്രപഞ്ചമുള്ളപ്പോൾ തന്നെ നമ്മളുണ്ട്, പല രൂപത്തിൽ, പല ഭാവത്തിൽ. നരത്വം ദുർലഭം ലോകേ കവിത്വം ദുർലഭം യഥാ കവിത്വം ദുർലഭം യത്ര ശക്തിസ്തത്ര സുദുർലഭാഹ. എത്രയെത്ര ജന്മജന്മാന്തരങ്ങളിൽ പുഴുവായും കൃമിയായും അണുവായും കീടമായും പക്ഷിയായും മൃഗമായും എത്രയെത്ര മനുഷ്യരൂപങ്ങളായും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും ഒഴുകിക്കൊണ്ടിരിക്കുന്നതായി ഈ മഹാപ്രപഞ്ചത്തിൽ ഇപ്പോൾ നമ്മുടെ രൂപം ഇതാണ്. അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ദുഃഖിക്കാനൊന്നുമില്ല, സന്തോഷിക്കാനോ ഒരുപാടുണ്ട്. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള സർവചരാചരങ്ങൾക്കും കൂടി വേണ്ടിയാണ്. കാരണം ഈ പ്രപഞ്ചം ഈശ്വരൻ സൃഷ്ടിച്ചതല്ല, ഈ പ്രപഞ്ചം ഈശ്വരൻ തന്നെ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചതാണ്. അല്ലാതെ പ്രപഞ്ചത്തിൽ നിന്ന് ഭിന്നമായൊരു ഈശ്വരൻ മണ്ണെടുത്ത് കുടമുണ്ടാക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഭാരതീയ സനാതനധർമ്മത്തിൻ്റെ സന്ദേശം തന്നെ അതാണ്. ഈശ്വരൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചു. എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനിൽ നിന്ന് ഭിന്നമായി ഒന്നുമില്ല, ഞാനുമില്ല, നീയുമില്ല, അവരുമില്ല, ഇവരുമില്ല. എല്ലാം ഈശ്വര സ്വരൂപം. ആ ആനന്ദത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ നമ്മളെ ധ്യാനാത്മകമായ അനുഭൂതിയിലേക്ക് നയിക്കും വിധത്തിലുള്ളതായ കഥകളാണ് ശിവപുരാണത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. എല്ലാം ദർശനമാണ്. ദാർശനികമായിരിക്കുന്ന കഥകൾ വ്യത്യസ്തമായ രീതിയിൽ പറയുകയാണ് ശിവപുരാണം ചെയ്തിട്ടുള്ളത്. അപ്പം നാളെ മുതൽ ഇവിടെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ കഥകളിലൂടെ, ഇവിടെ നടക്കുന്നതായ പൂജകളിലൂടെ, ഉപാസനകളിലൂടെ എന്താണ് എനിക്ക് നേടാനുള്ളത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് തന്നെ നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. ഒന്നുകിൽ ഈ ആനന്ദത്തെ അനുഭവിക്കാൻ നിങ്ങൾ വരിക, അല്ലെങ്കിൽ ഈ ആനന്ദത്തെ അനുഭവിക്കാൻ വേണ്ടിയുള്ള പരിശീലനത്തിന് വേണ്ടി ഇവിടെ വരിക. അല്ലെങ്കിൽ ഈ പരിശീലനം, ആ പരിശീലനത്തിന് തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും നമ്മുടെ ദുഃഖങ്ങളും എല്ലാം അല്പനേരത്തേക്ക് മറക്കാൻ, ആ ദുഃഖങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് നേടാൻ, അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേരുക. ജീവിതത്തെ സൗന്ദര്യമായി ആസ്വദിക്കാനുള്ള പരിശീലനമാണ് ഓരോ പുരാണ യജ്ഞങ്ങളും. നമ്മുടെയൊക്കെ ജീവിതം അനേകമർത്ഥങ്ങളുള്ളതാണ്. അനേകമർത്ഥങ്ങളുള്ള ഒരു മഹാകാവ്യം പോലെ അത്രയും മനോഹരമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ഓരോ ജീവിതത്തിലും ഓരോരുത്തരും നായികാനായകന്മാരാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെയാണ് നായകൻ അല്ലെങ്കിൽ നായിക, അവസാന നിമിഷം വരെ. അങ്ങനെയിരിക്കെ ആ ജീവിതത്തെക്കുറിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിക്കാനും ഞാൻ എന്ന ആ ബോധത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഒരു അല്പനേരം ചേർന്നിരിക്കാനും നമുക്ക് അവസരം കിട്ടുമെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. പാരായണം എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം പരത്തിലേക്കുള്ള അയനം എന്നാണ്. പരം എന്ന് പറഞ്ഞാൽ സത്യം, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന സത്യം, ഈ പ്രപഞ്ചത്തിൻ്റെ ശരിയായിരിക്കുന്നതായ സ്വരൂപം, ഈശ്വര സ്വരൂപം, അതിലേക്കുള്ള അയനമാണ് പാരായണം. നാദാത്മകമായ ആ യാത്രയിലേക്ക് ഇവിടെ നാളെ മുതൽ വന്നു ചേരുമ്പോൾ ഓരോ ദിവസവും നോട്ടീസ് വായിച്ചാൽ നിങ്ങൾക്കറിയാം, ഇവിടെ യജ്ഞവേദിയിൽ നടക്കുന്നതായ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം നോട്ടീസ് പ്രകാരമല്ല നടക്കുക, അത് നിങ്ങൾക്ക് ഇതിനു മുമ്പ് നടന്നപ്പോൾ അറിയാം. നമ്മളുടെ പ്രകൃതിയുടെ അവസ്ഥ, അതുപോലെ തന്നെ ഇവിടുത്തെ സമയക്രമം, ഇതിലൊക്കെ ഈശ്വരീയമായിരിക്കുന്ന ചില നിയോഗങ്ങൾക്കനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ വരും. ആ മാറ്റങ്ങൾക്കനുസരിച്ച് ഇവിടെ എല്ലാ ചടങ്ങുകളും
ഭഗവാൻ വേണ്ടതുപോലെ നടത്തിത്തരും. അത് നടത്താൻ വേണ്ടി ആവുന്നത്ര എല്ലാവരും സജ്ജരായി ഇവിടെ വന്നിരിക്കുക എന്നതാണ് നമുക്കൊക്കെ ചെയ്യാനുള്ളത്. അപ്പം നാളെ മുതൽ ആരംഭിക്കുന്നതായ കാലത്ത് 6 മണിക്ക് സഹസ്രനാമം ആരംഭിക്കും, 6:30 സഹസ്രനാമ ജപത്തോടുകൂടി ആരംഭിക്കും. സഹസ്രനാമം കഴിഞ്ഞാൽ ഗ്രന്ഥപൂജയുണ്ടാവും. എല്ലാവരും ഈ ശിവപുരാണ ഗ്രന്ഥത്തെ സാക്ഷാൽ പ്രത്യക്ഷ ശ്രീ മഹാദേവ സ്വരൂപമായി കണ്ട് സമർച്ചനം ചെയ്യുകയാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പാരായണം ആരംഭിക്കും. പാരായണത്തിൻ്റെ കഥാഭാഗങ്ങൾ ഏകദേശം ഒരു 8:15 ആവുമ്പോൾ കുറച്ച് അതുവരെ വായിച്ച കഥാഭാഗങ്ങളെ ഒന്ന് ചുരുക്കി പറയും. പിന്നെ നമ്മൾ പ്രഭാത ഭക്ഷണത്തിന് നിർത്തിക്കഴിഞ്ഞാൽ ഒരല്പനേരം വിശ്രമം, അത് കഴിഞ്ഞ് വീണ്ടും പാരായണം ആരംഭിക്കും. ഏകദേശം ഒരു 11 മണിയോടുകൂടി മധ്യാഹ്ന സമയത്തെ പ്രഭാഷണം ആരംഭിക്കും. ആ മധ്യാഹ്ന സമയത്തെ പ്രഭാഷണം ഏകദേശം ഒരു 12:30, 12:45 അവസാനിപ്പിക്കും. 1 മണിക്കും 12:30ക്കും ഇടയ്ക്കാണ് ഉച്ചയ്ക്കുള്ളതായ പ്രഭാഷണം അവസാനിപ്പിക്കുക. അത് കഴിഞ്ഞാൽ ഉച്ചതിരിഞ്ഞ് ഏകദേശം ഒരു 2:15, 2:30 ആവുമ്പോൾ വീണ്ടും പാരായണം ആരംഭിക്കും. പിന്നെ ഒരു 4 മണിക്ക് ഒരു അല്പനേരം നിർത്തും, ഒരു ചായ കുടിക്കാൻ നിർത്തും. അത് കഴിഞ്ഞാൽ വീണ്ടും പാരായണം, വൈകുന്നേരം പ്രഭാഷണം. വൈകുന്നേരത്തെ പ്രഭാഷണം എല്ലാവർക്കും അറിയാം. അന്ന് 2019 നമ്മൾ നടത്തിയപ്പോൾ കാലത്ത് മുതലേ എല്ലാ ദിവസവും യജ്ഞവേദിയിൽ ദ്രവ്യകലശം നമ്മൾ ഇവിടെ തേവാരബിംബത്തിൽ ആടാറുണ്ട്. അപ്പം എല്ലാ ദിവസവും വൈകുന്നേരം ഈ നാട്ടിലെ എല്ലാ സ്ത്രീജനങ്ങളും താലം പിടിക്കാൻ തയ്യാറായിട്ട് യജ്ഞവേദിയിലേക്ക് വരണം. 1-ാം ദിവസം മുതൽ സമാപന ദിവസം വരെയും എല്ലാ ദിവസവും താലം പിടിച്ച് ഈ കലശത്തെ പ്രദക്ഷിണം ചെയ്ത് മഹാദേവനെ പ്രദക്ഷിണം ചെയ്ത് യജ്ഞവേദിയിൽ വന്ന് ഇവിടുത്തെ തേവാരബിംബത്തിൽ നമ്മൾ അഭിഷേകം ചെയ്യും. ആ കലശം പ്രതിനിധാനം ചെയ്യുന്ന അന്ന് കാലത്ത് മുതൽ വൈകുന്നേരം വരെ നമ്മൾ പാരായണം ചെയ്ത ശ്ലോകങ്ങളെല്ലാം ആ കലശത്തിലേക്ക് മന്ത്രരൂപമായി, നാദരൂപമായി സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സമർപ്പണം ഇവിടെ തേവാരബിംബത്തിൽ സമർപ്പിച്ച് യജ്ഞപരദേവതയിലേക്ക് അത് ലയിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാ ദിവസവും കലശപ്രദക്ഷിണം ഉണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും 6:30 തുടങ്ങി വൈകുന്നേരം കലശപ്രദക്ഷിണത്തോടുകൂടി യജ്ഞവേദിയിലെ ചടങ്ങുകളൊക്കെ അവസാനിക്കും. കലശപ്രദക്ഷിണത്തിന് ശേഷം ഏകദേശം ഒരു 7 മണി അകത്തെ ദീപാരാധനയ്ക്ക് ശേഷമാണ് കലശപ്രദക്ഷിണം നടക്കുക. കലശപ്രദക്ഷിണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാലത്ത് മുതൽ വൈകുന്നേരം വരെയുള്ള കഥാഭാഗങ്ങളെക്കുറിച്ച് ചുരുക്കി പറയും. അതെല്ലാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 മണി ഒക്കെ ആവുമ്പോൾ വൈകുന്നേരത്തെ പ്രഭാഷണങ്ങളൊക്കെ സമാപിപ്പിച്ച് നമ്മൾ തിരുവത്താഴം എല്ലാ ദിവസവും അത്താഴമുണ്ട്, തിരുവത്താഴമുണ്ട്. അതുപോലെ കാലത്ത് പ്രഭാത ഭക്ഷണമുണ്ട്, ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്, അല്ലേ? ഇടനേരത്തെ ഓരോ ചായ, ഇതൊക്കെ ഉണ്ട് ഇവിടെ. ആലോചിച്ച് നോക്കൂ, നമ്മളിവിടെ എങ്ങനെയാണോ ഒരു ആധ്യാത്മികമായിരിക്കുന്നതായ 9 ദിവസത്തെ ഒരു പുരാണത്തെ സംബന്ധിച്ചിട്ടുള്ളതായ ഒരു വലിയ ഒരു സെമിനാർ, ഒരു മഹത്തരമായ സെമിനാർ. ഭാരതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ സെമിനാറാണ് നൈമിശാരണ്യത്തിൽ വെച്ച് നടന്ന 18 പുരാണങ്ങൾ. സൂതനാണ് അവിടെ കഥകളൊക്കെ പറഞ്ഞത്. 18 പുരാണങ്ങളും പറഞ്ഞത് സൂതൻ തന്നെയാണ്. മഹാഭാരതം പറഞ്ഞതും സൂതൻ തന്നെയാണ്. അത് കേട്ടിരുന്ന ആളുകൾ ശൗനകാദി ബ്രഹ്മർഷിമാരാണ്. അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിന്നതായ ഒരു പ്രഭാഷണ പരമ്പരയായിട്ടാണ്, ആയിരക്കണക്കിന് ദിവസങ്ങൾ നീണ്ടു നിന്ന പ്രഭാഷണ പരമ്പരകൾ പിന്നീട് വർഷങ്ങളിലേക്ക് ആ പരമ്പര തുടരുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ 18 പുരാണങ്ങളും മഹാഭാരതമൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പം അത്തരത്തിലുള്ളതായ ഒരു മഹത്തരമായിരിക്കുന്ന ഒരു പ്രഭാഷണ പരമ്പര, വലിയൊരു പുരാണത്തെക്കുറിച്ചുള്ളതായ മനനം, ആമ്നായ മഥനം, യഥാർത്ഥത്തിൽ യാഗതുല്യമായ കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. അപ്പം അതിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത്. അങ്ങനെയുള്ളതായ മഹത്തരമായ ഈ ആമ്നായ മഥനത്തിൽ, ശിവപുരാണ ആമ്നായ മഥനത്തിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാലത്ത് ഭക്ഷണം, ഉച്ചയ്ക്കുള്ള ഭക്ഷണം, വൈകുന്നേരത്തെ രാത്രിയിലെ ഭക്ഷണം, ഇടനേരത്തെ ചായ എന്നിവയൊക്കെ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ആവുന്നത്ര ഭക്തജനങ്ങൾക്ക് ഇവിടെ ആവുന്നത്ര സമയം വന്നിരിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ്. സാധാരണ സ്ത്രീകൾക്കൊക്കെ വീട്ടിൽ നിന്ന് പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾക്കായി മാറി നിൽക്കേണ്ടി വരുമ്പോൾ അവരുടെ ഏറ്റവും വലിയ സങ്കടം എന്താ? പിന്നെ ചെന്ന് കഴിഞ്ഞാൽ കാലത്ത് പോയി ഉച്ചയാകുമ്പോഴേക്കും ചെന്ന് ഭക്ഷണം ഉണ്ടാക്കണം, അല്ലേ? ഉച്ചയ്ക്കാണ് പോണതെന്ന് വെച്ചാൽ വൈകുന്നേരത്തെ ഭക്ഷണം ഉണ്ടാക്കണം, അല്ലേ? അപ്പം അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും നമുക്ക് വേണ്ട വിധത്തിൽ പങ്കെടുക്കാൻ അമ്മമാർക്കും ഒക്കെ പറ്റാതെ പോകുന്നത്. അപ്പം എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള യജ്ഞങ്ങളിൽ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ആവുന്നത്ര സമയം ഇവിടെ ഇരിക്കാൻ അവസരമൊരുക്കുകയാണ് ഈ 4 നേരത്തെയും ഈ സമർപ്പണ അന്നാദികൾ വഴിപാട് ചെയ്യുന്നത്, ഓരോരുത്തരുടെയും സമർപ്പണമായിട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. അപ്പം നമ്മളെല്ലാവരും ചേർന്നാണ് ഈ യജ്ഞത്തിൻ്റെ ഈ അനുഷ്ഠാനങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗഭാക്കുകളാവുക. പിന്നെ സാമാന്യമായിട്ട് പറയും, നമ്മുടെയൊക്കെ വീടുകളിൽ അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ
അതിഥി ദേവോ ഭവ എന്നൊക്കെ വലിയ ചൊല്ലൊക്കെ ഉണ്ടെങ്കിലും സാധാരണ പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇത്തിരി വിഷമൊക്കെയാണ് അല്ലേ? കാരണം അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നേരം ഉണ്ടാവില്ല, ചായ ഉണ്ടാക്കണം. വരണ ആളെയാണെങ്കിലോ ഒട്ടും നോക്കാതെ വരൂ ചായ കുടിച്ചിട്ട് പോവാം അല്ലെങ്കിൽ ഊണ് കഴിച്ചിട്ട് പോവാമെന്ന് പുറത്തുള്ള ആൾ പറയുകയും ചെയ്യും അല്ലേ? അപ്പോൾ സാധാരണഗതിയിൽ ഈ അതിഥികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തന്നെ അല്ലേ? അല്ലേ? എന്തോന്നും മിണ്ടാത്തേ? അപ്പോൾ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഈ നിങ്ങൾ ക്ഷണിക്കാൻ മടിച്ചിരിക്കുന്ന അതിഥികളെ മുഴുവനും ക്ഷണിക്കാൻ പറ്റിയൊരു സമയമാണ് ഇപ്പോൾ ഈ 9 ദിവസം. ഫോണിൽ കൂടെയും വാട്സാപ്പിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ഒക്കെ പറയുക, ഇതാ ഇവിടെ ഇങ്ങനെ ഒരു മഹായജ്ഞം നടക്കുന്നു. ഈ യജ്ഞത്തിൻ്റെ പേരെന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്താ പേര്? ഈ യജ്ഞത്തിൻ്റെ പേരെന്താ? ഇതെന്താ ഭക്ഷണമൊന്നും കഴിക്കണ്ട, 8 മണി കഴിഞ്ഞു. പറയൂ. ആദ്യം അതൊന്ന് പഠിക്കണം നിങ്ങൾ. ഞാൻ പറയാം, നിങ്ങളൊന്ന് ഏറ്റു പറയണം. ത്രൈലോക്യമംഗള മഹായജ്ഞം. എന്താ? ഒന്നുകൂടി ഉറക്കെ പറയൂ. അങ്ങനെ ഒരു മഹായജ്ഞമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇരിക്കുന്നത് ത്രൈലോക്യമംഗലം നൽകുന്ന ഭഗവാനാണ്. 3 ലോകത്തിനും മംഗളത്തെ പ്രദാനം ചെയ്യുന്ന ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ഭഗവാന്റെ പേരിൽ തന്നെ വേണം ഇങ്ങനൊരു യജ്ഞം എന്ന് മനസ്സിൽ ഞാൻ സങ്കല്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഹങ്കാരവും. ഭഗവാൻ എന്നെ കൊണ്ട് തോന്നിപ്പിച്ചു എന്നേ എനിക്ക് പറയാനുള്ളൂ. അത് ഞാൻ അവരോട് പറഞ്ഞു, അവർ അതേപോലെ തന്നെ സ്വീകരിക്കുകയും ചെയ്തു. ഈ നടത്താൻ വേണ്ടി തയ്യാറായി എൻ്റെ മുമ്പിൽ വന്ന ആളുകൾ. അപ്പം ഇതൊക്കെ ഒരു നിയോഗമാണ്. ഇത് ഈശ്വരീയമായിരിക്കുന്നതായ ഇച്ഛയാണ്, ഒരു സന്ദേഹവും വേണ്ട. അങ്ങനെ ഒരു ത്രൈലോക്യമംഗള മഹായജ്ഞം നടക്കുന്നു എന്ന് നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക, ബന്ധുജനങ്ങളെയൊക്കെ ക്ഷണിക്കുക, എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുക. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പറയുക, നേരെ അമ്പലത്തിൽ വന്നിരുന്നോളാൻ പറയാം അല്ലേ? കാരണം എന്താ? കാലത്തെ പലഹാരം ഇവിടെയാണ്, ഉച്ചക്കുള്ള ഊണ് ഇവിടെയാണ്. എല്ലാം വാഗ്ദാനം ചെയ്തോളൂ ധൈര്യമായിട്ട്. 9 ദിവസം 9 ദിവസം ഈ 9 ദിവസത്തിനിടയിൽ ഏത് അതിഥികളെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ഷണിക്കാം. 4 നേരവും അവർക്ക് വേണ്ട പോലെ ഭക്ഷണവും കൊടുക്കാം അല്ലേ? അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് ക്ഷണിക്കുക, എല്ലാവരും ഇവിടെ വരട്ടെ. ഈ ത്രൈലോക്യമംഗള മഹായജ്ഞത്തിൽ എല്ലാവരും പങ്കെടുത്ത് ഈ ത്രൈലോക്യമംഗല ക്ഷേത്രം എത്രയോ മഹത്തരമായിരിക്കുന്നതായ അറിവിൻ്റെ ഒരു സന്നിധാനമാണ് എന്ന് ലോകമറിയട്ടെ. ഇവിടെ ഇത്തരത്തിലുള്ളതായ യജ്ഞങ്ങൾക്ക് വേണ്ടി ഒത്തുകൂടുന്നവരായ ആളുകളുടെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ചിന്ത കൊണ്ടും ഒക്കെ ഉണ്ടാവുന്ന ആ സമർപ്പണങ്ങളാണ് ഈ 9 ദിവസത്തെ ഈശ്വരാനുഭവമായി നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പകർന്നെടുക്കുന്നത്. ഋഗ്വേദത്തിലെ അവസാനത്തെ സൂക്തം പറയുന്നത് ഈ ഒരു തത്വമാണ്. അതിലേക്ക് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിൽക്കാൻ പറ്റണം. സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസ്സഖ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേനവോഹഭിഷാജുഹോമി. നമ്മുടെ മനസ്സെല്ലാം സമാനമായി തീരട്ടെ, നമ്മുടെ ചിന്തകൾ സമാനമായി തീരട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ സമാനമായി തീരട്ടെ. ഒത്തുചേർന്ന് സഞ്ചരിക്കുക, ഒത്തുചേർന്ന് നേടാൻ ഈ ലോകത്ത് നമുക്കുള്ളത് ആ ഈശ്വരനെ തന്നെയാണ്, നമ്മളെ തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയേണ്ടത് നമ്മൾ ആരാണ്, നമുക്ക് ചുറ്റും കാണുന്ന ഈ പ്രപഞ്ചം എന്താണ്, നമ്മളെ ഇങ്ങനെയൊക്കെ ആക്കി നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്ന ആ ഈശ്വരനെ അനുഭവിക്കാൻ എന്തൊക്കെ വഴികളുണ്ട്, അതിലേത് വഴിയാണ് എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ ആർജിക്കാൻ സാധിക്കുക, പ്രാപിക്കാൻ സാധിക്കുക? ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ യജ്ഞത്തിൽ നിന്ന് ലഭിക്കും. ആ ഉത്തരങ്ങൾ ശിവപുരാണം വേണ്ടതുപോലെ 7 സംഹിതകളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ 6 സംഹിതകളാണ് നമ്മളിവിടെ പാരായണം ചെയ്യുക. ആ 6 സംഹിതകളുടെയും തത്വാർത്ഥങ്ങളെ വിശദീകരണം ചെയ്തുകൊണ്ട് 9 ദിവസം കടന്നു പോകുമ്പോൾ 12 ജ്യോതിർലിംഗ പൂജ യജ്ഞവേദിയിലെ വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. ഭാരത ക്ഷേത്രത്തിലെ 12 ജ്യോതിർലിംഗങ്ങളെ നമ്മുടെയൊക്കെ ജീവിതകാലം കൊണ്ട് ഈ 12 സ്ഥലത്തേക്കും പോകലൊന്നും നടക്കില്ല. കേദാരേശ്വരം, മഹാകാളക്ഷേത്രം, സോമേശ്വരം, ഇങ്ങനെ അതിമഹത്തരങ്ങളായിരിക്കുന്ന ഈ 12 ശിവലിംഗങ്ങൾ സ്വയംഭൂക്കളാണ്. അതുണ്ടായ ദിക്കുകൾ എല്ലാം തീർത്ഥഘട്ടങ്ങളാണ്. അവിടേക്ക് എല്ലായിടത്തേക്കും പോയി വരണമെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീമമായ ഒരു ചെലവാണുള്ളത്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള വേദികളിൽ ആ 12 ശിവലിംഗങ്ങളെയും സങ്കല്പിച്ച് ആരാധിച്ച് നമസ്കരിക്കാൻ കിട്ടുന്ന അവസരമാണ്. അതുകൂടി ഈ 9 ദിവസത്തെ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. കൂടാതെ മൃത്യുഞ്ജയ ഹോമം, ഗണപതി ഹോമം, ഋണമുക്തി ഹോമം, മറ്റുള്ള പല ഹോമങ്ങളും ഇവിടെ നടക്കും. ഭാഗ്യസൂക്തം, പുരുഷസൂക്തം മുതലായ സൂക്ത അർച്ചനകൾ,
സമർപ്പണങ്ങൾ, വഴിപാടുകൾ, സമർപ്പണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് പറ്റാവുന്നതിലൊക്കെ നമ്മൾ ഉൾച്ചേർന്ന് എങ്ങനെയൊക്കെ നമുക്ക് ആ ഈശ്വരാനുഭവത്തിന് പാത്രീഭൂതരാകാൻ സാധിക്കുമോ, എങ്ങനെയൊക്കെ ആ ഉപാസനകളിൽ ഒത്തുചേർന്ന് പങ്കെടുക്കാൻ സാധിക്കുമോ, അതിനൊക്കെ എല്ലാവരും പരിശ്രമിക്കുക. ആവുന്നത്ര അതൊക്കെ ചെയ്ത് തീർക്കുവാനുള്ളതായ ആയുസ്സും ആരോഗ്യവും മനസ്സും ഓർമ്മയും ബുദ്ധിയും ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ആചാര്യനെ വേണ്ടതുപോലെ കൊടുക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്ന് വെച്ചാൽ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന എനിക്ക് നാളെ മുതൽ ഇവിടെ ഇതൊക്കെ വേണ്ട വിധത്തിൽ ചെയ്യാനുള്ളതായ ബുദ്ധിയും ശക്തിയും ഉണർവും ഒക്കെ ഉണ്ടാവണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ ഈ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ ഇവിടെ വരുന്നവരായ എല്ലാവർക്കും വേണ്ടതുപോലെ കേൾക്കാനും ഉൾക്കൊള്ളാനുമുള്ള ശ്രദ്ധയും ഭക്തിയും ഉണ്ടാവണേ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. നമുക്ക് പരസ്പരം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യസി, ആ ശ്രേയസ്സിലേക്ക് യാത്രയാവാം. എല്ലാവരും നേരത്തെ എത്തിച്ചേരുക. നാളെ 6:30 സഹസ്രനാമത്തിന് എത്ര പേര് വരും? ഒന്ന് കൈപൊക്കണം. കുറേ പേര് പകുതി കൈയൊക്കെ പൊക്കിയിട്ടുണ്ട്. ആവുന്നത്ര എല്ലാവരും വരൂ. പരിശീലിക്കാനുള്ളൊരു സമയമല്ലേ, അപ്പോൾ ആവുന്നത്ര എല്ലാവരും വരിക. ഇനി ഇവിടുന്ന് ആചാര്യവരണം എന്നൊരു ചെറിയ ചടങ്ങ്, അത് കഴിഞ്ഞാൽ പിന്നെ മാഹാത്മ്യ പ്രഭാഷണം വേറെ ഇല്ല. ബാക്കിയൊക്കെ നാളെ കാലത്ത് മുതലാണ് ഇവിടെ ഉണ്ടാവുക. ഇപ്പോൾ ഈ സാംസ്കാരിക ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് ആചാര്യവരണം, അത് ഒരു ഉപാസനയായി ഇവിടെ ചെയ്യും. അത് കഴിഞ്ഞാൽ ഇവിടെ അത്താഴം കഴിഞ്ഞ് എല്ലാവർക്കും മടങ്ങാം. പോകുമ്പോൾ തീരുമാനമെടുക്കുക നാളെ എപ്പോൾ വരണമെന്ന്. അതിപ്പോൾ നിങ്ങൾ തീരുമാനിച്ചാൽ ഭഗവാൻ ആ സമയത്ത് നിങ്ങളെ ഇവിടെ എത്തിക്കും. അപ്പം അതുകൊണ്ട് തീരുമാനിക്കൽ എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ ഭഗവാൻ ചെയ്തോളൂ. ആ തീരുമാനമോ സന്തോഷത്തോടു കൂടി ചെയ്യുക, സ്നേഹത്തോടു കൂടി ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷേത്രം പ്രസിഡന്റ് വിജീഷ് കക്കാട്ട് ത്രൈലോക്യമംഗള മഹായജ്ഞം ജനറൽ കൺവീനറെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് നമസ്കാരം. ഈ ഗ്രാമത്തിന് ഇങ്ങനെയൊരു സാഹചര്യം സാധ്യമാക്കി തന്ന ഭഗവാന് ആദ്യമായി ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ ക്ഷേത്രകാര്യങ്ങളിലും വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി, അതുപോലെ തന്നെ ഈ ശിവപുരാണ നവമഹായജ്ഞത്തിനും 12 ജ്യോതിർലിംഗ പൂജയ്ക്കും വേണ്ട നിർദ്ദേശങ്ങളും നൽകിയ നമ്മുടെ ആരാധ്യനായ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ എളങ്ങള്ളൂർ കൃഷ്ണദാസൻ നമ്പൂതിരിക്ക് അവർക്ക് ക്ഷേത്രം കമ്മിറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ മഹായജ്ഞം സാധ്യപ്രാപ്തമാക്കി തന്ന യജ്ഞാചാര്യൻ ഭാഗവശ്രീ കിഴക്കേടത്ത് മാധവൻ നമ്പൂരി അവർക്ക് എൻ്റെ പേരിലും സ്വന്തം പേരിലും കമ്മിറ്റിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. നമ്മുടെ സ്നേഹപൂർവമായ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ മഹാമംഗള യജ്ഞത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അവണേങ്കാട്ടിൽ കളരി മഠാധിപതി AU രഘുരാമപ്പണിക്കർ അവർക്ക് കമ്മിറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പ്രകാശിപ്പിക്കുന്നു. പിന്നെ നമുക്ക് ഈ ശിവലിംഗം പണിതീർത്ത് തന്ന മണിച്ചേട്ടനും കുടുംബത്തിനും നന്ദി പ്രകാശിപ്പിക്കുന്നു. ശബ്ദവും വെളിച്ചവും നൽകിയ ദൃശ്യ സൗണ്ടിനും ശാസ്ത്ര സൗണ്ടിനും കമ്മിറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. പിന്നെ നമ്മുടെ എല്ലാ കമ്മിറ്റി മെമ്പർമാർക്കും മാതൃസമിതി അംഗങ്ങൾക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ത്രൈലോക്യമംഗലം മഹാദേവ ക്ഷേത്രത്തിലെ ത്രൈലോക്യമംഗളം മഹായജ്ഞം ശിവപുരാണ നവാഹം, ഈ യജ്ഞത്തിൻ്റെ ആചാര്യനെ വരിക്കുന്നത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ മണ്ണുമായി ബന്ധപ്പെട്ട എല്ലാവരും ചേർന്നാണ്, എല്ലാ മനുഷ്യരും ചേർന്നാണ്, എല്ലാ ജീവജാലങ്ങളും ചേർന്നാണ്. എങ്കിലും എല്ലാവരുടെയും പ്രതിനിധികളായി ഈ യജ്ഞം ഒരുക്കുന്നവരായ കർമ്മനിരതരായ ഭാരവാഹികൾ അതിന് നേതൃത്വം ഏറ്റെടുത്ത് ആ ആചാര്യനെ വരിക്കുന്നു പ്രതീകാത്മകമായി. എല്ലാവർക്കും ഏറ്റുചൊല്ലാം. നമഃശിവായ. ഉറക്കെ ഏറ്റുചൊല്ലാം. നമഃശിവായ. ശാന്തായ ശുദ്ധായ പരമാത്മനേ
നിർമ്മലായ പ്രസന്നായ ദക്ഷിണാമൂർത്തയേ നമഃ. അഖണ്ഡ മണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ലക്ഷിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ ഭുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ, ഹര ഹര മഹാദേവ. ത്രൈലോക്യമംഗലം മഹാദേവ ക്ഷേത്രത്തിലെ ത്രൈലോക്യമംഗള മഹായജ്ഞം എന്ന നാമധേയത്തിലുള്ള ശിവപുരാണ മഹായജ്ഞത്തിന്റെ ആചാര്യസ്ഥാനം ഈ ദേശത്തിലെ സർവ്വജീവജാലങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട്, ആകാശത്തെയും ഭൂമിയെയും അഗ്നിയെയും ജലത്തെയും വായുവിനെയും സാക്ഷിയാക്കിക്കൊണ്ട്, 33 കോടി ദേവതകളെയും സാക്ഷിയാക്കിക്കൊണ്ട് ത്രൈലോക്യമംഗലത്ത് മഹാദേവന്റെ പാതാരവിന്ദങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി അനുഗ്രഹത്തോടുകൂടി ഈ മഹത്തരമായ യജ്ഞത്തിന്റെ ആചാര്യസ്ഥാനം സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഏറ്റെടുക്കുന്നു. ആചാര്യഭരണത്തോടുകൂടി ഇന്നത്തെ പരിപാടികൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഭക്ഷണം കഴിച്ച് നമുക്ക് പിരിയാം. നാളെ 6-നും 6:30-ക്കും ഇടയിലായിട്ട് നമ്മളിവിടെ തിരിച്ചെത്തിച്ചേരണം. നമ്മുടെ ഓരോ നിമിഷങ്ങളും ഈ 9 ദിവസങ്ങളിലെ സുവർണ നിമിഷങ്ങൾ നഷ്ടപ്പെടുത്താതെ നമ്മൾ പരമാവധി ശ്രമിക്കണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.